കിനാക്കൂടുമാ മരുപ്പച്ച തേടി തേടി ഉരുകും വേനൽ തീരങ്ങളിൽ. കിനാക്കൂടുമായി മരുപ്പച്ച തേടി തേടി ഉരുകും വേനൽ തീരങ്ങളിൽ. തളരുന്ന നേരം കരുത്തേകുവാൻ പാതയമായി പൊഴിയും ദൈവസ്നേഹത്തിൻ ജീവാമൃതം. ആത്മയുഗത്തിൻ കൃപയായൊഴുകും അൾത്താരയിൽ മുറിഞ്ഞു പകരും. ആത്മയുഗത്തിൻ കൃപയായൊഴുകും വിശ്വസ്നേഹത്തിൻ്റെ അമൃതം. എല്ലാവരെയും മന്നായുടെ ഈ എപ്പിസോഡിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. കർത്താവ് നമ്മൾക്കായി ഒരു പുതിയ വർഷം ദാനമായി തന്നിരിക്കുകയാണ് ഈ 2020 വർഷം. പുറപ്പാടിൻ്റെ പുസ്തകം 9-ാം അധ്യായം അതിൻ്റെ 15-ഉം 16-ഉം വാക്യങ്ങളിൽ നമ്മൾ വായിക്കുകയാണ്. ഞാൻ കരം നീട്ടി നിന്നെയും ജനത്തെയും മഹാമാരിയാൽ പ്രഹരിച്ചിരുന്നെങ്കിൽ നീ ഇതിനകം ഈ ഭൂമിയിൽ നിന്ന് തുടച്ചു നീക്കപ്പെടുമായിരുന്നു. എൻ്റെ ശക്തി നീ അറിയാനും അങ്ങനെ എൻ്റെ നാമം ലോകം മുഴുവൻ പ്രഘോഷിക്കപ്പെടാൻ വേണ്ടിയാണ് നീ ഇപ്പോൾ ജീവിച്ചിരിക്കുന്നത്. കർത്താവ് നമ്മളോട് ഓരോരുത്തരോടും സംസാരിക്കുകയാണ്. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം അതിൻ്റെ 3-ാം വാക്യത്തിൽ നിക്കദേമോസിനോട് ഈശോ പറയുകയാണ്, വീണ്ടും ജനിക്കുന്നില്ലെങ്കിൽ ഒരുവനും ദൈവരാജ്യം കാണുവാൻ കഴിയുകയില്ല. നമുക്ക് വീണ്ടും ജനിക്കാനായിട്ടും കർത്താവിൻ്റെ നാമം ലോകം മുഴുവൻ പ്രഘോഷിക്കാനുമായിട്ടും നമ്മുടെ ജീവിതത്തിൽ പ്രഘോഷിക്കാൻ, കുടുംബത്തിൽ പ്രഘോഷിക്കാൻ, സഭയിൽ പ്രഘോഷിക്കുവാൻ കർത്താവ് നമുക്ക് ദാനമായി ഒരു വർഷം കൂടി തന്നിരിക്കുന്നു. ഈ വർഷത്തിൽ ആഴമേറിയ വിശ്വാസത്തിലും ആഴമേറിയ വിശുദ്ധിയിലും പ്രത്യാശയിലും ദൈവസ്നേഹത്തിലും പരസ്നേഹത്തിലും അതുപോലെ തന്നെ കർത്താവിന് നമ്മളുടെ സമൃദ്ധിയിലും സഹനത്തിനും എല്ലാം നന്ദി പറഞ്ഞ് ഒരു നല്ല ദൈവ പൈതലായിട്ട് മാറാൻ നമുക്ക് ഓരോരുത്തർക്കും പരിശ്രമിക്കാം. എല്ലാവരെയും ഒരിക്കൽ കൂടി സ്നേഹപൂർവ്വം ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. 2020 വർഷം നമുക്ക് പ്രത്യാശയുടെയും സ്നേഹത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ഐക്യത്തിൻ്റെയും സമൃദ്ധിയുടെയും വർഷമാക്കി രൂപാന്തരപ്പെടുത്തുവാനായിട്ട് നമുക്കെല്ലാവർക്കും ഒരുമിച്ച് പരിശ്രമിക്കാം. ജെറമ്യ പ്രവാചകൻ നമ്മോട് അരുളി ചെയ്തില്ലേ, ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, നിങ്ങളെക്കുറിച്ചുള്ളൊരു പദ്ധതി എൻ്റെ മനസ്സിലുണ്ട്, നിങ്ങൾക്ക് ശുഭമായ ഭാവിയും പ്രത്യാശയും തരുന്ന ഒരു പദ്ധതിയാണത്. ഈ 2019 കഴിഞ്ഞു പോകുമ്പോൾ 2020 നമ്മൾ പ്രവേശിക്കുമ്പോൾ എഫെസോസിലെ പൗലോസ്ലീഹ പറഞ്ഞതുപോലെ 4-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, നിങ്ങളുടെ പഴയ ജീവിത രീതിയിൽ നിന്ന് രൂപം കൊണ്ട വഞ്ചന നിറഞ്ഞ ആസക്തികളാൽ കലുഷിതനായ പഴയ മനുഷ്യനെ ദൂരെ എറിയുവിൻ. വീണ്ടും പൗലോസ്ലീഹ പറയാണ്, നിങ്ങൾ മനസ്സിൻ്റെ ചൈതന്യത്തിൽ നവീകരിക്കപ്പെടട്ടെ. 2020 വർഷത്തിലേക്ക് വരുമ്പോൾ പൗലോസ്ലീഹയുടെ വ്യക്തമായൊരു പ്രബോധന, 2020 വർഷം യഥാർത്ഥ വിശുദ്ധിയിലും നീതിയിലും ദൈവത്തിൻ്റെ സാദൃശ്യത്തിൽ സൃഷ്ടിക്കപ്പെട്ട പുതിയ മനുഷ്യനെ നിങ്ങൾ ധരിക്കുകയും. 2019 കഴിഞ്ഞു പോയി, 2020 കടന്നു വന്നിരിക്കുക. കർത്താവിനോട് കൂടെ ആയിരിക്കുന്ന ഒരു പുതിയ വ്യക്തിത്വം നമുക്ക് രൂപാന്തരപ്പെടുത്തിയെടുക്കാം.
അത് നമുക്ക് എന്തെല്ലാം ചെയ്യാൻ സാധിക്കും? പൗലോസ് പറഞ്ഞതുപോലെ ആസക്തികളാൽ കലുഷിതമായ എൻ്റെ കഴിഞ്ഞ കാലഘട്ടത്തിലെ പഴയ മനുഷ്യനെ നമുക്ക് മാറ്റിവെക്കപ്പെടുവാനായിട്ട് ക്രിസ്തുവിനെ നമുക്ക് സ്വന്തമാക്കാൻ പരിശ്രമിക്കാം. ഒരു യുവാവിനോട് ചോദിച്ചു, ഒത്തിരി വിശുദ്ധിയിൽ ജീവിക്കാൻ ആഗ്രഹിക്കുന്നൊരു യുവാവ്. അവൻ പറയാണ്, ഒത്തിരി പ്രാർത്ഥിക്കുന്നുണ്ട്, ഞാൻ എല്ലാ ദിവസവും ഞാൻ കുർബാനയ്ക്ക് പോകുന്നതെല്ലാം ചെയ്യുന്നുണ്ട്, എങ്കിലും മനസ്സിലെപ്പോഴും ജഡികമായ ചിന്തകൾ വന്ന് എൻ്റെ പ്രാർത്ഥന അസ്വസ്ഥപ്പെടുത്തുന്നു. എന്ത് ചെയ്യാൻ പറ്റും ബ്രദർ ഇതിൽ? അപ്പോൾ എൻ്റെ ചിന്തയിലേക്ക് വന്ന ചെറിയൊരു ചിന്തയാണ് വിശുദ്ധ പാദർ പിയോ പറഞ്ഞൊരു ഒരു രഹസ്യം. വിശുദ്ധ പാദർ പിയോ പറയാണ്, മനസ്സിലും ഹൃദയത്തിലും എപ്പോഴും കൊച്ചു കൊച്ചു പ്രാർത്ഥനകൾ, ദൈവിക കാര്യങ്ങൾ ചിന്തിച്ച് പറഞ്ഞ് ആവർത്തിച്ചു കൊണ്ടിരിക്കുക. എത്ര ചെറിയ കാര്യമായാൽ പോലും ദൈവത്തിലേക്ക് നമ്മുടെ ചിന്തകളെയും നമ്മുടെ ഭാവനകളെയും ഹൃദയത്തെയും അടുപ്പിക്കുമ്പോൾ നമ്മൾ എപ്പോഴും ദൈവത്തോട് കൂടെ ആയിരിക്കാൻ പറ്റും. അപ്പോൾ യുവാവ് എന്നോട് ചോദിച്ചപ്പോൾ എൻ്റെ മനസ്സിലേക്ക് വന്നൊരു വചനമായിരുന്നു 1 യോഹന്നാൻ 1:7. അവിടുത്തെ പുത്രനായ യേശുവിൻ്റെ തിരുരക്തം എല്ലാ പാപങ്ങളിൽ നിന്നും നമ്മളെ മോചിപ്പിക്കുന്നു. ഞാൻ പറഞ്ഞു, സഹോദര, ഈ വചനം ഒന്ന് ബൈഹാർട്ട് പഠിച്ച് ഹൃദയത്തിൽ നിന്ന് ആവർത്തിച്ചെന്ന് പറഞ്ഞു നോക്കിയേ. ആ യേശുവിൻ്റെ ജീവനുള്ള തിരക്തത്തിന് മാത്രമേ നമ്മുടെ ആത്മാവിനെ ബാധിച്ചിരിക്കുന്ന പാപമാകുന്ന രോഗത്തെ സൗഖ്യപ്പെടുത്താൻ പറ്റുള്ളൂ. ആ യേശുവിനെ നാം സ്വന്തമാക്കി കഴിയുമ്പോൾ നമ്മുടെ ചിന്തയിൽ, നമ്മുടെ ഭാവനയിൽ, നമ്മുടെ പ്രവൃത്തിയിൽ യേശുവിനെ കാണാൻ സാധിക്കുമ്പോൾ, ദർശിക്കാൻ സാധിക്കുമ്പോൾ യേശുവിനോട് കൂടെയായിരിക്കും. അതാണ് ജെറമ്യ പ്രവാചകൻ പറഞ്ഞ്, നിങ്ങളെക്കുറിച്ചുള്ള പദ്ധതി എൻ്റെ മനസ്സിലുണ്ട്. 2020 വർഷം കർത്താവിൻ്റെ പദ്ധതിക്കായി വിട്ടുകൊടുക്കാം. കർത്താവിനോട് കൂടെ ഇരുന്നു കൊണ്ട് ഒരു ആത്മീയ മനുഷ്യനായി ജീവിക്കുവാനായിട്ട് നമുക്കെല്ലാവർക്കും തീരുമാനിക്കാം. ബ്രദർ പറഞ്ഞ ആ വചനം ജെറമ്യ 29:11, ദൈവത്തിൻ്റെ മനസ്സിലാണ് പദ്ധതി എന്നുള്ളത് മറന്നു പോകുന്നൊരു കാലഘട്ടത്തിലൂടെ നമ്മളിന്ന് പോകുന്നത്. എന്ന് വെച്ചാൽ എൻ്റെ മക്കളെക്കുറിച്ചുള്ള പദ്ധതി ദൈവത്തിൻ്റെ മനസ്സിലുണ്ടെന്നുള്ള വിചാരം തന്നെ ഇന്ന് ഈ കാലഘട്ടത്തിൽ നഷ്ടപ്പെട്ടിരിക്കുന്നു. എന്നുവെച്ചാൽ ഈ ഭൂമിയിൽ ഏത് സ്ത്രീയാണ് ഞാൻ അമ്മയെന്ന് വിളിക്കേണ്ടത്, അത് ദൈവത്തിൻ്റെ പദ്ധതിയായിരുന്നു. ഞാൻ ഏത് സ്ത്രീയുടെ ഉദരത്തിലാണ് ജനിക്കേണ്ടത്, അത് ദൈവത്തിൻ്റെ പദ്ധതിയാണ്. അപ്പം അത്രത്തോളം തിരഞ്ഞെടുക്കപ്പെട്ട് എന്നെ ഈ ഭൂമിയിലേക്ക് അയച്ച ദൈവത്തിന് എന്നെക്കുറിച്ച് വ്യക്തമായ പദ്ധതിയുണ്ട്. ആ ദൈവം പറഞ്ഞിട്ടില്ലേ, ഞാനാണ് ആദ്യവും അന്തവും. എന്നുവെച്ചാൽ എൻ്റെ ജീവിതത്തിൻ്റെ തുടക്കവും എൻ്റെ ജീവിതത്തിൻ്റെ ഒടുക്കവും അറിയുന്നവൻ ഈ ദൈവമാണ്. ഞാൻ ചിന്തിച്ചു പോയിട്ടുണ്ട്, എൻ്റെ കുഞ്ഞുനാളിലെ കാലഘട്ടം ചില കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ എൻ്റെ മാതാപിതാക്കളോട് നിർബന്ധപൂർവം ചോദിക്കുമ്പോൾ, അവരോട് ആവശ്യപ്പെടുമ്പോൾ ചിലത് തരാറില്ല. അപ്പോൾ ഈ കുട്ടികളുടെ സ്വഭാവം അനുസരിച്ചിട്ട് ഒരു പിടിവാശിയോടെ കിടന്ന് കരയും. അപ്പോൾ എൻ്റെ സ്വഭാവം അനുസരിച്ച് ഞാൻ കരഞ്ഞാൽ കിടന്ന് ഉരുളും, ഈ താഴെ കിടന്നിട്ട്. ചിലതൊക്കെ തന്നിട്ടില്ല, എന്നുവെച്ചാൽ കരഞ്ഞ് തളർന്നുറങ്ങിയാൽ പോലും ചിലതൊക്കെ തന്നിട്ടില്ല. പിന്നീട് നമുക്ക് മനസ്സിലാവും അത് നമ്മൾക്ക് ആവശ്യമില്ലായിരുന്നു. പക്ഷെ ഞാൻ ഓർക്കുകയാണ്, അങ്ങനെ മാതാപിതാക്കൾ എനിക്ക് തരാതിരുന്നാലും ഈ മാതാപിതാക്കൾക്ക് എന്നോടുള്ള സ്നേഹത്തിനൊരു കുറവുമില്ല. എൻ്റെ മാതാപിതാക്കൾ ഇത് എനിക്ക് തരാതിരുന്നത് കൊണ്ട് എനിക്ക് മാതാപിതാക്കളോട് സ്നേഹത്തിന് കുറവൊന്നുമില്ല. ആ സമയത്തുള്ള ഒരു ചെറിയ ഒരു പിടിവാശിയും കാര്യങ്ങളും. പക്ഷേ ഇന്ന് ഞാൻ ഓർക്കുകയാണ്, മക്കളൊന്ന് കരയാൻ പോലും അനുവദിക്കാതെ അതിന് മുമ്പേ മാതാപിതാക്കൾ കാര്യങ്ങൾ നടത്തി കൊടുക്കുക. അവരൊന്ന് പറയുന്നതിന് മുമ്പേ, ഒരു പക്ഷേ മക്കളൊന്ന് ചിന്തിക്കുന്നതിന് മുമ്പേ കാര്യങ്ങൾ നടത്തി കൊടുക്കുക. അത്രയധികം മക്കളോട് സ്നേഹം കാണിച്ച് മുമ്പോട്ട് പോവുക. സംഭവിക്കുന്നതെന്ന് വെച്ചാൽ, ഇത്രയധികം സ്നേഹത്തോടെ പെരുമാറുന്ന ഈ മാതാപിതാക്കളെ ഈ മക്കൾ വളർന്നു കഴിയുമ്പോൾ അവർ മറന്ന് തള്ളി മാറ്റിവെക്കുന്നൊരു കാലഘട്ടമായത്. ഈ രണ്ട് വ്യത്യാസങ്ങളും ഇന്ന് ഞാൻ കാണുന്നുണ്ട് ഈ കാലഘട്ടത്തിൽ. എൻ്റെ കൊച്ചുനാളിൽ ചെറുപ്പം മുതൽ ഞാൻ കണ്ട ഒരു സംഭവം ഇപ്പോഴുള്ള സംഭവം. അപ്പോൾ ഈ വചനം ഞാൻ ഓർക്കുകയാണ്, ദൈവത്തിന് വ്യക്തമായൊരു പദ്ധതിയുണ്ട്. പക്ഷെ ഞാൻ എന്താ ചെയ്യണേ, ഞാൻ എൻ്റെ ഈ സാഹചര്യങ്ങൾ കണ്ടുകൊണ്ട്, എൻ്റെ അറിവ് നേടിക്കൊണ്ട്, എൻ്റെ മറ്റു പരിചയങ്ങൾ വെച്ചുകൊണ്ട് എൻ്റെ മക്കളുടെ പദ്ധതിക്ക് വേണ്ടി ഞാൻ ദൈവപിതാവ് വിട്ടൊരു പദ്ധതിയുടെ മുകളിൽ ഞാൻ വരക്കുന്നൊരു പദ്ധതിയുണ്ട്. ഇതാണ് ഇന്ന് ഏറ്റവും കൂടുതൽ അസ്വസ്ഥത ഉണ്ടാക്കുന്നൊരു ദൈവത്തിൻ്റെ ഇടപെടൽ ഉണ്ടാകാൻ തടസ്സം നിൽക്കുന്ന കാരണം. എന്ന് വെച്ചാൽ ഞാൻ എൻ്റെ മക്കൾക്ക് വേണ്ടി ഒരുക്കി വെക്കുക പദ്ധതി. കർത്താവിൻ്റെ പദ്ധതി അനുസരിച്ച് നമ്മുടെ ജീവിതം മുന്നോട്ട് നയിക്കപ്പെടണമെങ്കിൽ എൻ്റെ ജീവിതത്തിൻ്റെ
നിയന്ത്രണം, എൻ്റെ ജീവിതത്തിൻ്റെ സ്റ്റിയറിങ് ഞാൻ കർത്താവിൻ്റെ കയ്യിൽ കൊടുക്കാനായിട്ട് തയ്യാറാകണം. കർത്താവിന് ഇഷ്ടമുള്ളതുപോലെ എൻ്റെ ജീവിതം മുന്നോട്ട് നയിക്കപ്പെടാനായിട്ട്. ഞാൻ ആലോചിക്കുകയാണ്, വിശുദ്ധ കൊച്ചുത്രേസ്യ പുണ്യവതി എപ്പോഴും പറയുമായിരുന്നു, ഞാൻ കർത്താവിൻ്റെ കയ്യിലെ ഒരു പന്താണ്. ഈശോയെ, എന്നെ ഇഷ്ടമുള്ളിടത്തേക്ക് നീ എറിയണേ, എങ്ങോട്ടെറിഞ്ഞാലും ഞാൻ തിരിച്ച് നിൻ്റെ അടുക്കലേക്ക് തന്നെ വരും. അപ്പോൾ കർത്താവിന് പൂർണ്ണമായിട്ട് അങ്ങ് വിട്ടുകൊടുത്ത്, അപ്പോൾ കർത്താവിന് നമ്മുടെ ജീവിതത്തിൻ്റെ നിയന്ത്രണം മുഴുവനും കർത്താവിനെ ഏൽപ്പിച്ചുകൊണ്ടുള്ള ഒരു ജീവിതം. അത് ചെറിയ കാര്യങ്ങളായാൽ പോലും വലിയ കാര്യമായാൽ പോലും കർത്താവിന് നമ്മുടെ ജീവിതത്തിൽ ഒന്നാം സ്ഥാനം കൊടുക്കണം. ഞാൻ ആലോചിക്കുകയാണ്, പലപ്പോഴും നമ്മൾ ഈശോയെ വിളിച്ച് കരയുന്നതും പ്രാർത്ഥിക്കുന്നതൊക്കെ ഏതെങ്കിലും തരത്തിലുള്ള അസ്വസ്ഥതകൾ, തകർച്ചകളൊക്കെ ജീവിതത്തിൽ വരുമ്പോഴാണ്. നമ്മൾ പ്രാർത്ഥിക്കണം, തീർച്ചയായിട്ടും പ്രാർത്ഥിക്കണം. ഇതേ സമയത്ത് തന്നെ നമ്മൾക്ക് ജീവിതത്തിൽ നല്ല സന്തോഷമുള്ള സമയത്തും സമൃദ്ധിയുള്ള സമയത്തും നമ്മൾ കർത്താവിനെ ഓർക്കണം എന്നുള്ളതാണ്. എൻ്റെ ഒരു ആത്മീയ സുഹൃത്തിനോട് പറഞ്ഞൊരു കാര്യമാണ്, അദ്ദേഹം ജീവിതത്തിൽ ചെയ്യുന്ന ഒരു കാര്യം, അദ്ദേഹത്തിൻ്റെ കൂടെ ഈശോ നടക്കുന്നതായിട്ട് അദ്ദേഹം ഹൃദയത്തിൽ വിശ്വസിച്ചുകൊണ്ട് അദ്ദേഹം ഒരു റെസ്റ്റോറൻറ്റിൽ കയറി ചായ കുടിക്കാനായിട്ട് ഇരുന്നാൽ അദ്ദേഹം അടുത്ത് ഒരു ചെയർ പിടിച്ചിടും. എന്നിട്ട് ഉള്ളി പറയും, എൻ്റെ ഈശോയെ, ഞാൻ ചായ കുടിക്കാൻ പോവുകയാണ്, നീ എൻ്റെ അടുത്തൊന്നിരിക്കണേ. അദ്ദേഹം ഭക്ഷണം കഴിക്കാൻ പോകുമ്പോൾ ഈശോയെ വിളിക്കും, ഈശോയെ, എൻ്റെ കൂടെ ഇരുന്ന് നീ ഒന്ന് ഭക്ഷണം കഴിക്കാൻ വരണേ. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരു കാര്യം മനസ്സിലാകും, അദ്ദേഹം ജീവിതത്തിൽ എന്ത് തീരുമാനമെടുക്കുന്നതും പ്രാർത്ഥിച്ച് മാത്രമേ തീരുമാനം എടുക്കുകയുള്ളൂ. ഞാൻ ആലോചിക്കുകയാണ്, ലൂക്കായുടെ സുവിശേഷത്തിൽ വിശുദ്ധ ഔസേപ്പിതാവിനെ കുറിച്ച് പറയുന്നുണ്ട്. വിശുദ്ധ ഔസേപ്പിതാവ് പരിശുദ്ധ മാതാവ് ഗർഭിണിയാണെന്നറിഞ്ഞപ്പോൾ എന്തു തീരുമാനമെടുക്കണമെന്ന് ഔസേപ്പിതാവ് ചിന്തിച്ചു കൊണ്ടേയിരുന്നു, ആലോചിച്ചു കൊണ്ടിരുന്നു എന്നാണ് ബൈബിളിൽ പറയുന്നത്. എന്ത് ചെയ്യണം? മാനുഷികമായ തലത്തിൽ നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ, താൻ വിവാഹം കഴിക്കാൻ പോകുന്ന പെൺകുട്ടി ഗർഭിണിയാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഓൺ ദ സ്പോട്ട് ഒരു സെക്കൻഡിനുള്ളിൽ ഏത് പുരുഷനും തീരുമാനമെടുക്കും, വേണ്ട, ആ ബന്ധം വേണ്ട. പക്ഷേ ഇത്ര ക്രിട്ടിക്കലായ കാര്യം പോലും വിശുദ്ധ ഔസേപ്പിതാവ് ആലോചിച്ചുകൊണ്ടേയിരുന്നു. ആലോചന ചോദിച്ചത് കർത്താവിനോടാണ്, ദൈവമേ, ഞാൻ എന്ത് ചെയ്യണം? കർത്താവ് അന്ന് രാത്രി ദൂതൻ പ്രത്യക്ഷപ്പെട്ട് ഔസേപ്പിതാവിനോട് പറഞ്ഞു, ഇത് അതിൻ്റെ പിന്നിലുള്ള ദൈവിക പദ്ധതി വെളിപ്പെടുത്തി കൊടുത്തു. അങ്ങനെ ഔസേപ്പിതാവ് അനുഗ്രഹിക്കപ്പെട്ടു. ഇതുപോലെ ആയിരിക്കണം ഈ 2020 വർഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിലെ ചെറുതായാലും വലുതായാലും നമ്മൾ കർത്താവിനോട് ആലോചന ചോദിച്ച് മാത്രമേ ഞാനൊരു തീരുമാനം എടുക്കുകയുള്ളൂ. കർത്താവില്ലാതെ ഒരു സെക്കൻഡ് പോലും എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകില്ല എന്നുള്ളൊരു വലിയ തീരുമാനത്തിലേക്ക് നമ്മൾ വരണം, അല്ലേ? യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം 5-ാം വാക്യത്തിൽ യേശു പറയുന്നു, ഞാൻ മുന്തിരിച്ചെടിയും നിങ്ങൾ ശാഖകളുമാണ്. ഇതുപോലെ ആ മുന്തിരിച്ചെടിയും ശാഖയും തമ്മിൽ ഉള്ള ബന്ധം പോലെ ഈ 2020 കർത്താവുമായിട്ടുള്ള ഒരു ആഴമേറിയ ബന്ധം സ്ഥാപിക്കാനായിട്ട് നമ്മൾ തയ്യാറാകുമ്പോൾ ഈ വർഷം അനുഗ്രഹിക്കപ്പെട്ടതായിട്ട് നമുക്ക് മാറും. ഈ ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ ഊട്ടിയുറപ്പിക്കാൻ പറഞ്ഞപ്പോൾ ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ ആ പഴയ കാലഘട്ടത്തിൽ സംഭവിച്ച വേറൊരു കാര്യം കൂടി ഞാൻ ഓർമ്മയിൽ വരികയാണ്. എന്ന് വെച്ചാൽ, ഒരു ആഘോഷം എൻ്റെ വീട്ടിൽ നടന്നോട്ടെ, അല്ലെങ്കിൽ എവിടെയെങ്കിലും നടന്നോട്ടെ, ആ ആഘോഷം നടക്കുന്ന വീട്ടുകാർ ശരിക്കും പറഞ്ഞാൽ ഒന്നും അറിയണ്ട, അവർ മാറിയിരുന്നാൽ മതി. അയൽവാസികളും ബന്ധുമിത്രാദികളും വന്നിട്ട് ആ ആഘോഷത്തെ ഉത്സവമാക്കി മാറ്റും. എന്ന് വെച്ചാൽ അത്രയ്ക്ക് ഐക്യപ്പെട്ടാണ് അവർ മുമ്പോട്ട് പോകുന്നത്. ആ ഒരു ഐക്യവും സ്നേഹവും ഇന്നുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കണം. ഇന്നൊരു ആഘോഷം വന്നാൽ ആ ആഘോഷത്തിന് വേണ്ടി ജസ്റ്റ് വിളിക്കുക, വന്ന് പങ്കെടുക്കുക, പോകുക എന്നല്ലാതെ വ്യക്തിബന്ധത്തിലുള്ള ഒരു ഉറപ്പുണ്ടല്ലോ, അത് ഇന്ന് നഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ദൈവത്തിലുള്ള ആ ഒരു ബന്ധത്തിലുള്ള നഷ്ടപ്പെടലിൻ്റെ ഒരു പ്രതിഫലനമാണ് ഈ വ്യക്തിബന്ധത്തിൽ ഇവിടെ കാണുന്നത്. അപ്പോൾ ദൈവത്തിലുള്ള അകൽച്ച വ്യക്തിബന്ധത്തിലും അത് സംഭവിക്കുമെന്ന് തന്നെ ഈ കാലഘട്ടം പഠിപ്പിക്കണേ. നമുക്ക് ഒരുപാട് കാര്യങ്ങളൊക്കെ നമുക്കറിയാം, കാലാവസ്ഥയുടെ കാര്യങ്ങളറിയാം, രാജ്യങ്ങളിൽ സംഭവിക്കുന്ന കാര്യങ്ങളറിയാം. പക്ഷേ സൃഷ്ടാവും സൃഷ്ടിയും തമ്മിലുള്ള അകലത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നില്ല. അത് എത്രമാത്രം അകലുന്നുണ്ടോ ആ അകൽച്ച സ്വന്തം കുടുംബത്തിൽ, ബന്ധുക്കളിൽ, ബന്ധുമിത്രാദികളിൽ എല്ലായിടത്തും സംഭവിക്കുന്നുണ്ട്. നമ്മുടെ ചെറുപ്പത്തിലൊക്കെ നമ്മുടെ അപ്പനും അമ്മയൊക്കെ ദൈവത്തിൽ ആശ്രയിച്ചിട്ട് അല്ല ഭാവിയെ നോക്കി നിരാശപ്പെടുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നില്ല. പക്ഷേ ഈ കാലഘട്ടത്തിലേക്ക് വരും നമുക്കൊരു കാര്യം മനസ്സിലാക്കാൻ പറ്റും. ഇന്ന് ഒത്തിരി മക്കളെ ദൈവസ്നേഹത്തിൽ നിന്ന് അകറ്റുന്നത് നിരാശയാണ്, ഭയം. ബൈബിളിൽ 365 പ്രാവശ്യം പറയാണ്ട് ദൈവം ഭയപ്പെടേണ്ട, ഭയപ്പെടേണ്ട. യെശയ്യാ 41:10 നമ്മോട് ദൈവം പറയുന്നില്ലേ, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെ ഉണ്ട്.
സംഭ്രമിക്കേണ്ട, ഞാനാണ് നിൻ്റെ ദൈവം, ഞാൻ നിന്നെ ശക്തിപ്പെടുത്തുകയും സഹായിക്കുകയും ചെയ്യും. വീണ്ടും ദൈവം എന്നോട് പറയുകയാണ് 2020 വർഷത്തിൽ എൻ്റെ വിജയകരമായ വലത് കൈകൊണ്ട് ഞാൻ നിന്നെ താങ്ങി നിർത്തും. നമ്മൾ തളർന്നിരിക്കുമ്പോൾ, അവശനായിരിക്കുമ്പോൾ, എല്ലാം തകർന്നു പോയല്ലോ എന്ന് വിഷമിച്ചിരിക്കുമ്പോൾ പ്രവാചകൻ നമ്മളോട് പറയാം, നിൻ്റെ വലതുകരം പിടിച്ച് ഞാൻ നിന്നെ താങ്ങി നിർത്തും. ഈ താങ്ങൽ, ഈ സംരക്ഷണം, ഈ ദൈവാശ്രയത്വം ഇന്ന് പലർക്കും ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. യേശുവിനെ നോക്കിക്കൊണ്ട് ആ പത്രോസ് നടന്നത് വെള്ളത്തിന് മീതെ, യേശുവിൻ്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് നടന്ന പത്രോസ് എത്ര സന്തോഷമായിട്ടാണ് നടന്നത്. നമ്മുടെ ജീവിതങ്ങൾ എടുത്തു നോക്കി, ദൈവത്തിന് നോക്കി പോകുമ്പോൾ ആ ജീവിതം പ്രത്യാശയുടെ ജീവിതമായിരിക്കും, സമൃദ്ധിയുടെ ജീവിതമായിരിക്കും, സമാധാനത്തിൻ്റെ ജീവിതമായിരിക്കും. ബൈബിൾ പറയുന്നതിന് വീണ്ടും തൊട്ടപ്പുറത്തിൽ തിരമാല പൊങ്ങി വന്നു. പത്രോസ് ആ നോട്ടം തിരമാലയിലേക്ക് നോക്കി. നമ്മുടെ ജീവിതത്തിലെ പ്രശ്നങ്ങളാകുന്ന തിരമാല, രോഗങ്ങളാകുന്ന തിരമാല, തകർച്ചയാവുന്ന തിരമാല, അതിലേക്ക് നോക്കിയപ്പോൾ എന്താ സംഭവിച്ചത്? പത്രോസ് താഴെ വീണു. തൊട്ടടുത്ത് നിൽക്കുന്ന യേശുവിൻ്റെ സാന്നിധ്യം അവൻ മറന്ന് ആ തകർച്ചയിലേക്ക്, ആ രോഗത്തിലേക്ക്, ആ പ്രശ്നത്തിലേക്ക് നോക്കിയിരുന്നപ്പോൾ ഹൃദയം ഇടിഞ്ഞു, പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല, നിരാശയായി, ഭയമായി, മനുഷ്യൻ്റെ ആത്മീയത തകർന്ന് തരിപ്പണമായി. ഇതല്ല നമുക്ക് വേണ്ടത്. നമ്മുടെ കൂടെയായിരിക്കുന്ന യേശുവിൻ്റെ സാന്നിധ്യം അനുഭവിച്ചുകൊണ്ട് ഏത് തകർച്ചയിലും, ഏത് രോഗത്തിലും, ഏത് പ്രശ്നങ്ങൾ നിറഞ്ഞ ജീവിതത്തിലും എൻ്റെ ഈശോ എൻ്റെ കൂടെയുണ്ടെന്നുള്ള വലിയൊരു ബോധ്യം. ഈ നിഴലുകൾ എങ്ങനെ സൃഷ്ടിക്കപ്പെടുന്ന ബ്രദറെ? ചിന്തിച്ച് നോക്കി. പ്രകാശത്തിന് തടസ്സമായി നിൽക്കുമ്പോഴാണ് നിഴലുകൾ നമ്മൾക്ക് അനുഭവപ്പെടുന്നത്, നമ്മൾ കാണപ്പെടുന്നത് നിഴലുകൾ. അപ്പോൾ യേശുവിൽ നിന്ന് വരുന്ന പ്രകാശം എപ്പോൾ തടയപ്പെടുന്നുവോ, ആ തടയപ്പെടുന്നത് ചിലപ്പോൾ ഉത്കണ്ഠയായിരിക്കാം, ചിലപ്പോൾ നിരാശയായിരിക്കാം, ചിലപ്പോൾ രോഗമായിരിക്കാം. ആ തടയപ്പെട്ട അവസ്ഥ എന്ന് മാറ്റപ്പെടുന്നുവോ അപ്പോഴാണ് ആ പ്രകാശം കൃത്യമായിട്ട് നമ്മുടെ ഹൃദയത്തിലേക്ക്, നമ്മുടെ ജീവിതത്തിലേക്ക്, നമ്മുടെ കുടുംബത്തിലേക്ക് കടന്നു വരുമ്പോൾ 2020 വർഷം എനിക്ക് പ്രകാശത്തിൻ്റെ വർഷമാക്കി മാറ്റാൻ സാധിക്കും. കർത്താവ് എപ്പോഴും നമ്മളോട് ഓരോരുത്തരോടും പറയുന്നത് ഇത് തന്നെയാണ്. നമ്മൾ ഏതെങ്കിലും തരത്തിലുള്ള ഉത്കണ്ഠയിലോ ആകുലതയിലോ രോഗത്തിലോ നമ്മൾ നിരാശയിൽ കിടക്കുകയാണെങ്കിൽ കർത്താവ് പറയാണ്, മക്കളെ നിങ്ങൾ തിരിച്ചു വാ, എൻ്റെ അടുത്തേക്ക് വാ. അതാണ് മത്തായിയുടെ സുവിശേഷം 11-ാം അധ്യായം 28-29 പറയുന്നത്. അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായ നിങ്ങളെല്ലാവരും എൻ്റെ അടുത്തേക്ക് വാ. അതിൽ 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, നമ്മൾ ഭാരം വഹിക്കുന്നവരാണോ അധ്വാനിക്കുന്നവരാണോ, കർത്താവിൻ്റെ അടുത്തേക്ക് വാ. 2, അതിൽ വേറെ കാര്യമുണ്ട്. കർത്താവിൽ നിന്ന് നമ്മൾ അകലുന്തോറുമാണ് നമ്മുടെ അധ്വാനവും ഭാരവും വർദ്ധിക്കുന്നത്. ഈശോയുടെ അടുത്തിരിക്കുകയാണെങ്കിൽ നമുക്ക് അധ്വാനവും ഭാരവും നമുക്ക് ഒരു ഫീൽ ചെയ്യേയില്ല. കാരണം അത് കർത്താവാണ് നമ്മളെ വഹിക്കുന്നത്. മത്തായിയുടെ സുവിശേഷം 23:37 നമ്മൾ വായിക്കുന്നുണ്ട്, പിടക്കോഴി കുഞ്ഞുങ്ങളെ തൻ്റെ ചിറകുകൾക്കുള്ളിൽ കാക്കുന്നത് പോലെ നിൻ്റെ സന്തതികളെ ഒരുമിച്ച് കൂട്ടാൻ ഞാൻ എത്രയേറെ ആഗ്രഹിച്ചു. അപ്പോൾ കർത്താവ് അങ്ങനെയാണ് നമ്മളെ സംരക്ഷിക്കാൻ ആഗ്രഹിക്കുന്നത്. പിടക്കോഴി അതിൻ്റെ കുഞ്ഞുങ്ങളെ ചിറകുകൾക്കുള്ളിൽ സംരക്ഷിക്കുന്നത് പോലെ. വീണ്ടും നമ്മൾ ജെറമിയ 13:11 വായിക്കുന്നു, അരക്കച്ച അരയോട് ചേർന്നിരിക്കുന്നത് പോലെ ഇസ്രായേൽ ഭവനവും യൂദാ ഭവനവും എന്നോട് ചേർന്നിരിക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. അപ്പോൾ ഈ ഒരു ബന്ധത്തിലേക്കാണ് കർത്താവ് 2020 നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാവരെയും കർത്താവ്, നമ്മളെല്ലാവരെയും, എന്നെയും ആൻ്റെ ബ്രദറെ റൂബൻ ചേട്ടനെയും എല്ലാവരെയും കർത്താവ് ഈ ഒരു ബന്ധത്തിലേക്ക് വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ വചനം പറഞ്ഞതുപോലെ അടുക്കിലേക്ക് വാ എന്നുവെച്ചാൽ യേശു എപ്പോഴും ആഗ്രഹിക്കുന്നത് എന്താ? അവനോട് ചേർന്നിരിക്കാനായിട്ട്. അപ്പോൾ ഈ ഒരു ജെറമിയ 13:11 പറയുന്നത് അരക്കച്ച അരയോട് എന്ന് വെച്ചാൽ എത്രമാത്രമാണ് നീ എന്നോട് ചേർന്നിരിക്കേണ്ടത് എന്നുള്ളതിനെ കുറിച്ച് പറഞ്ഞു തരിക. നമ്മൾ അരക്കച്ച അരയോട് ചേർന്നിരിക്കുക എന്ന് വെച്ചാൽ ഒരു ഗ്യാപ്പും ഇല്ലാതെ അത്ര ഒട്ടി നിൽക്കുക. അതുതന്നെയാണ് യോഹന്നാൻ 15:5 പറയുന്നത്, തായ്തണ്ടിനോട് ചേർന്ന് ശാഖ. അപ്പോൾ ഇതെല്ലാം ചേർന്ന് നോക്കുമ്പോൾ ഇന്ന് നമ്മൾക്ക് നഷ്ടപ്പെട്ടത് ഈ അടുക്കലില്ലാതെ അകൽച്ചയാണ്. ഈ അകൽച്ച എല്ലായിടത്തും ഉണ്ടെന്നേ, എല്ലാ മേഖലയിലുണ്ട്. പ്രത്യേകിച്ച് സംഭവിച്ചു പോയത് ഒരു നന്ദി പറയാൻ ഇന്ന് കഴിയുന്നില്ലെന്നുള്ളതാണ്. എത്രയേറെ സമ്പത്ത് വന്നാലും, എത്രയേറെ സമൃദ്ധി വന്നാലും, എത്രമാത്രം വന്ന് കുന്നുകൂടി സമൃദ്ധി നിറഞ്ഞാലും നന്ദി എന്നുള്ള വാക്ക് ഇന്ന് കിട്ടുന്നില്ല. ഒരു ധ്യാനഗുരു പറഞ്ഞൊരു സംഭവം വളരെ രസകരമായിട്ട് എനിക്ക് തോന്നിയൊരു സംഭവമാണ്. എന്ന് വെച്ചാൽ ഒരു ഉത്സവം, ഒരു വിവാഹത്തിൻ്റെ പാർട്ടി എന്തു തന്നെ ആയിക്കോട്ടെ, അവിടേക്ക് കടന്നു ചെല്ലുന്നു. അവിടെയുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ ഇഷ്ടമുള്ളത് തിരഞ്ഞെടുത്ത് പ്ലേറ്റിൽ വെക്കുന്നു.
ഇഷ്ടപ്പെട്ട പദാർത്ഥങ്ങൾ മുഴുവനും ഭക്ഷണ സാധനങ്ങളെല്ലാം എടുത്തു വെച്ചു. ഇനി ഒട്ടും സ്ഥലമില്ലാത്ത വണ്ണം ആ പ്ലേറ്റ് കൊണ്ട് വന്നിട്ട് ഇരിക്കുക, താടിക്ക് കൈയും കൊടുത്തിരിക്കുക. അപ്പോഴൊരാൾ വന്ന് ചോദിച്ചു, എന്താ ഭക്ഷണം കഴിക്കുന്നില്ലേ? എങ്ങനെ കഴിക്കാനാ? ഒരു നാരങ്ങച്ചാറുണ്ടായിരുന്നെങ്കിൽ കഴിക്കാമായിരുന്നു. ഇത്രയേറെ ഭക്ഷണം നിറഞ്ഞു നിന്നിട്ട് ഒരു ചെറിയ നാരങ്ങച്ചാറിൻ്റെ പേരിൽ കഴിക്കാതിരിക്കുക ഭക്ഷണം. ഇത് തന്നെയാണ് ഇന്ന് ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. മക്കളുടെ മേഖലയിൽ, ജീവിത പങ്കാളിയുടെ മേഖലയിൽ, ജോലി മേഖലയിൽ, സകല മേഖലയിലും കർത്താവ് സമൃദ്ധി നൽകിയാലും ഞാൻ എൻ്റെ സ്വാർത്ഥതയിൽ കാണുന്ന ഒരു ചെറിയ അനുഗ്രഹമുണ്ട്. ഇതിലേക്ക് നോക്കിക്കൊണ്ട് ഞാൻ ഇരിക്കുക. നന്ദി എന്നുള്ളൊരു വാക്ക് സൃഷ്ടിയിൽ നിന്ന് സൃഷ്ടാവ് ആഗ്രഹിക്കുന്നുണ്ട്. ഇന്ന് ഇത് പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുക സൃഷ്ടാവ്. അതാണ് സങ്കീർത്തനം 33:13 പറയുന്നത്, ഞാൻ സ്വർഗത്തിൽ നിന്ന് താഴേക്ക് നോക്കുന്നു, അവിടുന്ന് എല്ലാ മനുഷ്യരെയും കാണുന്നു. കാരണം കൊടുക്കുന്നവൻ നോക്കുകയാണ്, ഇവൻ്റെ ഇന്ന് ഒരു നന്ദി എനിക്ക് കിട്ടും, ഇന്ന് കിട്ടും, ഇന്ന് അവസാനിച്ചു, നാളെ അവൻ പറയും. ഈ കാത്തിരിപ്പ് സൃഷ്ടാവ് കാത്തിരിക്കുന്നുണ്ട്, പക്ഷെ നമ്മളിൽ നിന്നത് കിട്ടുന്നില്ല. ഇതിൻ്റെ പ്രതിഫലനമായിട്ട് ശരിക്കും അസ്വസ്ഥതകൾ കടന്നു വരിക. എന്ന് വെച്ചാൽ ഒരു മനുഷ്യനിൽ ഉത്കണ്ഠയുണ്ടോ, ഒരു മനുഷ്യൽ അസ്വസ്ഥതയുണ്ടോ, ഒരു മനുഷ്യൽ ഭയപ്പാടുണ്ടോ, അതിനർത്ഥം നീ സൃഷ്ടാവിൽ നിന്ന് ദൂരെയാണ് എന്നതിൻ്റെ വലിയ ഒരു അടയാളമാണത്. നീ സൃഷ്ടാവിനോട് അടുത്ത് നിൽക്കുകയാണോ, നീ സൃഷ്ടാവിനോട് ചേർന്നിരിക്കുകയാണോ, അവിടെ ഇതൊന്നും ഉണ്ടാവില്ലെന്ന് തന്നെയാണ് വിശുദ്ധ ഗ്രന്ഥം നമ്മളെ പഠിപ്പിക്കുന്നത്. എന്നുവെച്ചാൽ അത്രമാത്രം കാണിച്ചു തരികയും ചെയ്യാണ്. ജീവനുള്ള അപ്പം ഓരോ ദിനവും എൻ്റെ പാപങ്ങൾക്ക് വേണ്ടി മുറിക്കപ്പെടുക മാത്രമല്ല ചെയ്യുന്നത്, അവൻ എൻ്റെ ഉള്ളിലേക്ക് കടന്നു വരിക, എൻ്റെ ശരീരത്തിലും രക്തത്തിലും അലിഞ്ഞു ചേരുക. അത്രമാത്രം അവൻ എന്നോട് ഒട്ടു നിൽക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഈ ആഗ്രഹം എന്നിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുന്നതാണ് ഇന്നത്തെ ഏറ്റവും വലിയ പ്രശ്നം. എന്നുവെച്ചാൽ ഒരു തിരിച്ചുവരവ് ഈ കാലഘട്ടത്തിൽ ഒരു പുതിയ വർഷം തരുമ്പോഴും ഈ വർഷം ദൈവം ആഗ്രഹിക്കുന്നത് നിൻ്റെ തിരിച്ചു വരവാണ്. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകത്തിൽ 43-ാമത്തെ അധ്യായത്തിൽ 18-19 വാക്യങ്ങൾ പറയുകയാണ്, പഴയ കാര്യങ്ങൾ നീ ഓർക്കുകയോ പരിഗണിക്കുകയോ വേണ്ട, ഇതാ ഞാനൊരു പുതിയ കാര്യം ചെയ്യാൻ പോകുന്നു, അത് മുളയെടുക്കുന്നത് നീ അറിയുന്നില്ലേ. ഒരുപാട് ദുരിതങ്ങളുണ്ടാകാം, ഒരുപാട് കഷ്ടപ്പാടുകളുണ്ടാകാം. ഈ ഒരു തിരിച്ചു വരവിനോട് നീ ആഗ്രഹിക്കുക, മറ്റെല്ലാം മറക്കുക. ഇതാണ് ദൈവത്തോട് ഒരു സൃഷ്ടിക്ക് സൃഷ്ടാവിനോട് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ കടപ്പാട്. ശരിക്കും വചനത്തിൽ എഴുതിയിരിക്കുന്നു, 1 തെസ്സലോനിക്ക 5-ാം അധ്യായം 16, 17, 18 വചനങ്ങളിൽ പറയുന്നു, എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കുവിൻ, ഇടവിടാതെ പ്രാർത്ഥിക്കുവിൻ, എല്ലാ കാര്യങ്ങളിലും നന്ദി പ്രകാശിപ്പിക്കുവിൻ, ഇതാണ് യേശു ക്രിസ്തുവിൽ നിങ്ങളെ സംബന്ധിച്ചുള്ള ദൈവഹിതം. ഒരിക്കലും ഞാൻ ഈ വചനം പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഒരാൾ വന്നിട്ട് എന്നോട് ചോദിച്ചാണ്, എങ്ങനെയാണ് ബ്രദറെ എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കാൻ പറ്റുന്നത്, അത് പ്രാക്ടിക്കലി പോസിബിൾ ആണോ? അപ്പോൾ ആ വചനത്തിൽ തന്നെ കർത്താവ് പരിശുദ്ധാത്മാവ് വചനം പറയുക മാത്രമല്ല, അതെങ്ങനെ ചെയ്യാമെന്ന് കൂടി ആ വചനത്തിൽ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കുവിൻ, ഇടവിടാതെ പ്രാർത്ഥിക്കുവിൻ, എല്ലാ കാര്യങ്ങളിലും നന്ദി പ്രകാശിപ്പിക്കുവിൻ. ശരിക്കും നമ്മൾ നന്ദി പറഞ്ഞ് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നമുക്കെപ്പോഴും സന്തോഷത്തോടെ ഇരിക്കാൻ പറ്റും. അപ്പോൾ ഈ 2020 റുബജേട്ടൻ നേരത്തെ പറഞ്ഞ പോലെ കർത്താവ് നമ്മളോട് പറയുകയാണ്, നന്ദി പറഞ്ഞ ദൈവം നമുക്ക് ദാനമായി തന്ന ഒത്തിരി നന്മകളുണ്ട്, അതിനെല്ലാം ഓർത്ത് കർത്താവിന് നന്ദി പറഞ്ഞുകൊണ്ടുള്ള ഒരു വർഷം. കർത്താവ് സ്നേഹത്തോടു കൂടി നമ്മളെ വിളിക്കുന്നു, അല്ലേ? ജെറമ്യാ 3:19 പറയുന്നതാണ്, എൻ്റെ മക്കളുടെ കൂടെ നിന്നെ പാർപ്പിക്കാനും സകല ജനതകളുടേതിലും വെച്ച് ഏറ്റവും ചേതോഹരമായ അവകാശം നിനക്ക് തരാനും ഞാൻ എത്രയേറെ ആഗ്രഹിച്ചു. ആ ആഗ്രഹത്തോടു കൂടി നമ്മുടെ അപ്പൻ ഇങ്ങനെ നിൽക്കുക. ആ ധൂർത്തപുത്രൻ പന്നിക്കൂട്ടത്തിൽ നിന്ന് എഴുന്നേറ്റ് അപ്പൻ്റെ അടുത്തേക്ക് ചെന്നതുപോലെ ഈ വർഷം ഈ 2020 നമ്മൾ ഓരോരുത്തരും ഏതെങ്കിലും പാപത്തിൻ്റെയും മ്ലേച്ഛതയുടെയും മേഖലയിലാണെങ്കിൽ അവിടെ നിന്നും എഴുന്നേറ്റ് അപ്പൻ്റെ അടുത്തേക്ക് പോകാനായിട്ട് തിരിച്ചു ചെല്ലുന്നതും കാത്ത് ഇരിക്കുന്ന ഒരപ്പൻ നമുക്കുണ്ട്, അല്ലേ? ആ ധൂർത്തപുത്രനെ കണ്ടപ്പോൾ 4 കാര്യങ്ങൾ ആ പിതാവ് ചെയ്തു. അവൻ ദൂരേന്ന് വരുന്നത് കണ്ടു. ആ പിതാവ് മനസ്സലിഞ്ഞ് ഓടിച്ചെന്ന് കെട്ടിപ്പിടിച്ച് അവന് ചുംബിച്ചു. ഇങ്ങനെ നമ്മൾ ഏത് അഴുക്കോടുകൂടിയാണ് ചെല്ലുന്നതെങ്കിലും മനസ്സലിഞ്ഞ് ഓടി വന്ന് നമ്മളെ കെട്ടിപ്പിടിച്ച് ചുംബിച്ച് നമ്മളെ വിശിഷ്ട വസ്ത്രങ്ങൾ അണിയിപ്പിച്ച് കൊഴുത്ത കാളക്കുട്ടിയെ കൊല്ലാൻ കാത്തിരിക്കുന്ന അപ്പൻ്റെ സ്നേഹത്തിലേക്ക് തിരിച്ചു വരാനായിട്ട് ഈ 2020 ഈശോ നമ്മളെല്ലാവരും വിളിക്കുകയാണ്. ഈ ഒരു കാര്യം പറയുമ്പോൾ ഞാൻ ഓർക്കുകയാണ്, നമ്മളാ എഴുന്നേൽക്കൽ ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ പന്നിക്കൂട്ടിൽ നിന്ന് നീ എഴുന്നേൽക്കുക. നീ ഇപ്പോൾ ചെയ്യുന്നത് എന്താ?
പന്നിക്കൂട്ടി കിടന്നുകൊണ്ട് തവിട് തന്നെ എന്നാണ് നീ പ്രാർത്ഥിക്കുന്നത്. അതല്ല, നീ പിതാവിൻ്റെ അടുക്കിലേക്ക് നീ പോകണം, എഴുന്നേൽക്കണം. മിക്ക 7:8 7 അധ്യായം 8 വാക്യം അതിൽ പറയുന്നതാണ്, എൻ്റെ ശത്രുക്കളെ നിങ്ങൾ എന്നെ നോക്കി ആഹ്ലാദിക്കേണ്ട, ഞാൻ വീണാലും എഴുന്നേൽക്കും. ഇത് കർത്താവ് ആഗ്രഹിക്കുന്നുണ്ട്. നീ വീണു എന്നതിലല്ല, നീ എഴുന്നേൽക്കാനായിട്ട് നീ കാണിക്കുന്ന ശ്രമമാണ് നിൻ്റെ പിതാവിനെ നീ സ്നേഹിക്കുന്നു എന്നതിൻ്റെ ഒരു അടയാളം. നീ എഴുന്നേൽക്കുക. ഇന്നലെ നടന്ന കാര്യങ്ങളോ ഇന്നലെ നടന്ന അഴുക്കുകളെക്കുറിച്ചോ അല്ല, മറിച്ച് ഒരു പുതിയ വർഷം തന്നിട്ടുണ്ടെങ്കിൽ, ഞാൻ ഇനിയും ഈ വൃക്ഷത്തിനെ കിളച്ച് വെള്ളമൊഴിക്കാം എന്നവൻ പറയുന്നത് പോലെ നിനക്കിതൊരു പുതിയ വർഷം തന്നിട്ടുണ്ടെങ്കിൽ, ഇത് വീണ്ടും നീ വീണിടത്ത് കിടക്കാനല്ല, മറിച്ച് വീണ സ്ഥലത്ത് നിന്ന് എഴുന്നേൽക്കണം. എഴുന്നേറ്റാൽ നിൻ്റെ അഴുക്ക് അവൻ്റെ രക്തം കൊണ്ട് കഴുകും. 2020 വർഷത്തിൽ നമുക്കൊരു പുതിയ തീരുമാനമെടുക്കാം. ദൈവാശ്രയത്വം. എനിക്ക് ദൈവത്തിൻ്റെ കൂടെ ആയിരിക്കണമെങ്കിൽ അടിസ്ഥാനപരമായി വേണ്ട ചില മേഖലകൾ എനിക്കുണ്ട്. കൂദാശയിൽ അധിഷ്ഠിതമായ ഒരു ജീവിതം, വചനത്തിൽ അധിഷ്ഠിതമായ ജീവിതം കെട്ടിപ്പടുക്കുക. നിരന്തരം ഞാൻ വചനം വായിക്കുമ്പോൾ ദൈവം എന്നോടാണ് സംസാരിക്കുന്നത്. ഞാൻ ഒരു ദിവസം വചനം വായിക്കാതിരിക്കുമ്പോൾ ദൈവത്തിന് എന്നോട് വ്യക്തിപരമായി സംസാരിക്കുവാനുള്ള അവസരം ഞാൻ നഷ്ടപ്പെടുത്തിക്കളയാം. അപ്പോൾ എല്ലാ ദിവസവും വചനം വായിച്ചുകൊണ്ട് എൻ്റെ യേശുവുമായിട്ട് ആഴമായ ഒരു ബന്ധത്തിലേക്ക് നമുക്ക് വരാം. മൂന്നാമത്തെ മേഖലയാണ് പ്രാർത്ഥന. പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ ദൈവവുമായിട്ടുള്ള ഒരു സ്നേഹ സംഭാഷണമാണ് പ്രാർത്ഥന. എല്ലാ ദിവസവും ഹൃദയത്തിൽ ഇരിക്കുമ്പോഴും നടക്കുമ്പോഴും എല്ലാം ഹൃദയത്തിൽ ദൈവവുമായിട്ട് ഒന്ന് സംസാരിക്കാം. ആശ്രയത്വത്തിലേക്ക്, ആ സ്നേഹത്തിലേക്ക്, ആ ഐക്യത്തിലേക്ക് തിരിച്ചു വരുമ്പോൾ പിന്നെ നമ്മുടെ ജീവിതത്തിൽ നിരാശയില്ല, അവിടെ പ്രത്യാശയുള്ളൂ. കഴിഞ്ഞു പോയതെല്ലാം പോട്ടെ. ഈ 2020 വർഷം ഒരു സ്നേഹത്തിൻ്റെ, ഒരു ഐക്യത്തിൻ്റെ, ഒരു സമാധാനത്തിൻ്റെ വർഷമാക്കി രൂപാന്തരപ്പെടുത്തിയെടുക്കുവാൻ നമുക്കെല്ലാവർക്കും പരിശ്രമിക്കാം. ഇഗ്നേഷ്യസ് ലയോള പറഞ്ഞതുപോലെ, ഹൃദയത്തിൽ ദൈവത്തെ സംവഹിക്കുന്നവർ എവിടെ പോയാലും സ്വർഗം അവരെ പിന്തുടരും. നമ്മുടെ ജീവിതം സ്വർഗതുല്യമാക്കാം മാറ്റാം 2020. അവനെ നമ്മളെല്ലാവരെയും ദൈവത്തിലേക്ക് വിട്ടുകൊടുത്തുകൊണ്ട്, ദൈവമേ നീ എൻ്റെ കൂടെയുണ്ടെന്നുള്ള ആ വലിയ ഒരു ബോധ്യത്തിൽ, ദൈവാശ്രയത്തിൽ ജീവിക്കാനുള്ളൊരു കൃപ ഞങ്ങൾക്കെല്ലാവർക്കും തരണമേ എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. കുരിശ് രക്ഷയുടെ അടയാളമാണ്. സ്നേഹത്തിൻ്റെയും പങ്കുവെക്കലിൻ്റെയും മഹത്തായ അനുഭവം. ആ വലിയ രക്ഷയുടെ സാന്നിധ്യം നമ്മുടെ ജീവിതത്തെ സമ്പൂർണ്ണമാക്കട്ടെ. ഏവർക്കും ക്രിസ്തു സ്നേഹവും സമാധാനവും നേരുന്നു. പ്രാർത്ഥനയിൽ നമുക്ക് പരസ്പരം ഓർമ്മിക്കാം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കാൻ മറക്കരുത്. eldroyvision.uae@gmail.com. വിശ്വസ്നേഹത്തിൻ്റെ അമൃതം.